2025 സെപ്റ്റംബർ 27 ദേവരാജ മാസ്റ്ററിൻ്റെ ജന്മദിനമാണ്. ഈ ജന്മദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം ജനിച്ച നാട്ടിൽ 1927 സെപ്റ്റംബർ 27 അദ്ദേഹം ജനിച്ചത്. പരവൂരിലെ ഒരു വീട്ടിൽ. അത് കന്നി മാസത്തിലെ അത്തം നക്ഷത്രത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അങ്ങനെ കന്നി മാസത്തിലെ അത്തം നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതിന്. അത് നമ്മുടെ ഈ ചിങ്ങത്തിലെ തിരുവോണം കഴിഞ്ഞ് മലയാളികൾ 28 ഓണം ആഘോഷിക്കും. അതും ഈ കന്നി മാസത്തിലെ അത്തം കഴിഞ്ഞുള്ള തിരുവോണമാണ് 28 ഓണം എന്ന രീതിയിൽ കേരളീയർ ആഘോഷിക്കുന്നത്. അതുകൂടാതെ ഈ നവരാത്രി വരുന്നതും ഈ നക്ഷത്രങ്ങൾക്കിടയിൽ തന്നെയാണ്. എപ്പോഴും മാസ്റ്ററിൻ്റെ ജന്മദിനവും നവരാത്രി പൂജ ആഘോഷങ്ങളും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് വരുന്നത്. അതും ഒരു പ്രത്യേകതയായിട്ടാണ് ഞാൻ വന്നിരുന്നത്. ഇനി 2 വർഷം കഴിയുമ്പോൾ 100-ാം വർഷം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. മാസ്റ്റർ ജന്മശതാബ്ദി വർഷമാണ്. ഇത് 98-ാമത്തെ വയസ്സും. ഈ 98-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ഒരു മ്യൂസിയം മാത്രമല്ല, പഠന ഗവേഷണ കേന്ദ്രം കൂടിയാണ്. അവിടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങൾ, വായിച്ചിരുന്ന പുസ്തകങ്ങൾ, പ്രശസ്തമായ പാട്ടുകളുടെ അദ്ദേഹം എഴുതിയെടുത്ത നൊട്ടേഷനുകൾ, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന സവിശേഷതയാർന്ന പുണ്യമാർന്ന ഹാർമോണിയം, തമ്പുരു, ഗിറ്റാർ, അദ്ദേഹത്തിൻ്റെ എല്ലാ വസ്തുക്കളും, ഷഡ്കാല പല്ലവി, കൊയർ, പിന്നെ അദ്ദേഹം സംഗീതശാസ്ത്ര നവസുധയ്ക്ക് വേണ്ടി എഴുതിയ കൈപ്പടലിലുള്ള എഴുത്തുകൾ, അങ്ങനെ അദ്ദേഹം വായിച്ച പുസ്തകങ്ങൾ, അവാർഡ് കിട്ടിയ ശില്പങ്ങൾ, അങ്ങനെ എല്ലാം അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ട് എന്തെല്ലാം ഉണ്ടോ അത് മദ്രാസിലെ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയും ഇവിടെ പരവൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി അത് ഏറ്റെടുക്കുകയും അത് മ്യൂസിയമായിട്ട് 27-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനമാണ്. അങ്ങനെ ഈ ജന്മദിനത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അങ്ങനെ അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ദേവരാജ മാസ്റ്റർ ഈ ജന്മദിനം ആഘോഷിക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മാസ്റ്റർ ഒരു ജന്മദിനവും ആഘോഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജന്മദിനമെന്നല്ല, യാതൊരുവിധ ആഘോഷങ്ങളും മാസ്റ്റർക്ക് ഇഷ്ടമല്ലായിരുന്നു. എല്ലാം ഒരു നിസ്സംഗതയോടുകൂടി കണ്ടുവന്നിരുന്ന ഒരു താപസ തുല്യമായ ജീവിതമാണ് മാസ്റ്റർ നയിച്ചിരുന്നത്. സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും എല്ലാം ഒരേ ഭാവത്തിൽ മാസ്റ്റർ അതിനെയൊക്കെ സ്വീകരിച്ചിരുന്നു. അത്രയധികം വിശാലമായ ചിന്താഗതിയിലായിരിക്കും അദ്ദേഹത്തിന് ആ ഒരു പക്വതയാർന്ന ജീവിതം കിട്ടിയെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ അദ്ദേഹം ഈ ജന്മദിനം, പക്ഷേ അമ്മ, മാസ്റ്ററിൻ്റെ സഹധർമ്മിണി അമ്മ അമ്പലങ്ങളിൽ പോവുകയും അത്തം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ആ പ്രത്യേക അർച്ചനകൾ നടത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് മാസ്റ്റർ യാതൊരു വിരോധവും അതിനോട് കാണിച്ചിരുന്നില്ല, എന്നാൽ ഒരു താല്പര്യവും കാണിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് നേർച്ചകൾ മാസ്റ്റർക്ക് വേണ്ടി അമ്മ ചെയ്തിട്ടുണ്ട്. സ്ട്രോക്ക് വന്ന് കിടന്ന സമയത്തുമൊക്കെ അമ്മ മാസ്റ്റർക്ക് വേണ്ടി ഗുരുവായൂരും പെരുന്നയിലും എന്ന് വേണ്ട പല പല ആറ്റുകാലിലും ഒക്കെ അമ്മ ഒരുപാട് നേർച്ചകൾ ചെയ്ത് അമ്മ തന്നെ പോയി അതെല്ലാം ചെയ്തിട്ടുമുണ്ട്. ആ കഥയൊക്കെ നമുക്കറിയാം. എന്നാൽ ഇവിടെ വിഷയം അതല്ല. ഈ ജന്മദിനം മാസ്റ്റർ അങ്ങനെ ആഘോഷിക്കാറില്ല. പിന്നെ ഈ ഒരു ജന്മദിനം ആഘോഷിക്കാൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വളരെയധികം അടുത്ത ഒരു ആത്മബന്ധം പോലെ ഒരു ചേട്ടനായിരുന്നു അഡ്വക്കേറ്റ് ജനാർദ്ദന കുറുപ്പ്. ഈ കുറുപ്പ് സാർ, അദ്ദേഹം ഒരു സീനിയർ അഭിഭാഷകനായിരുന്നു എറണാകുളത്ത്. അദ്ദേഹത്തിൻ്റെ വീട് മാസ്റ്ററിൻ്റെ വീടിൻ്റെ അടുത്തുള്ള പരവൂരിനടുത്തുള്ള കരിമ്പാലൂരാണ് ഈ കുറുപ്പ് സാറിൻ്റെ. അങ്ങനെ ഇവർ വളരെയധികം മാസ്റ്ററിൻ്റെ അച്ഛനെയൊക്കെ അറിയാവുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ജനാർദ്ദന കുറുപ്പ്. വളരെയധികം മഹാനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. കുറുപ്പ് ചേട്ടൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചു വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, എൻ്റെ ദേവരാജൻ്റെ ജന്മദിനം ഞാൻ നടത്തും. അതനുസരിച്ച് അദ്ദേഹം പിന്നെ 2002 അന്ന് അദ്ദേഹം അന്ന് മദ്രാസിലായിരുന്നു. മദ്രാസിൽ നിന്നാണ് അമ്മയുമായിട്ട് വന്നത്. അന്ന് മാസ്റ്റർ മകനും മകളും എല്ലാവരും കുടുംബസമേതം എറണാകുളത്ത് വരികയും വളരെ
വിശാലമായും മഹത്തരമായും ആഘോഷിച്ചൊരു ചടങ്ങായിരുന്നു എറണാകുളം നടന്ന ഒരു പരിപാടി. ആ പരിപാടിയിൽ പങ്കെടുക്കാത്ത എനിക്ക് തോന്നുന്നു കേരളക്കരയിൽ ആരും തന്നെ പങ്കെടുക്കാത്ത ആരും തന്നെ ഇല്ലായിരുന്നു. കാരണം പ്രശസ്തരും പ്രഗത്ഭരും എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചവരും ആ കുറുപ്പ് സാറ് വിളിച്ചു വരുത്തി എന്നുള്ളതാണ്. കവികളും സാഹിത്യകാരന്മാരും സിനിമാക്കാരും എന്ന് വേണ്ട എല്ലാവരും അവിടെ സന്നിഹിതം. അത് കുറുപ്പ് സാറിൻ്റെ ഒരൊറ്റ വിളിയിലാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം പ്രശസ്ത ഗായകനായ യേശുദാസിനോട് അദ്ദേഹം പറഞ്ഞു, "വരണം, ദേവരാജൻ്റെ ജന്മദിനമാണ്. നിങ്ങളൊക്കെ വേണം അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിനെ സമ്പന്നമാക്കുവാൻ." ഒരു മടിയും കൂടാതെ അന്ന് ദുബായിലായിരുന്നു വന്നു. യേശുദാസ് സാർ, ജയചന്ദ്രൻ സാർ, മാധുരിയമ്മ, വേണുഗോപാൽ, ഉണ്ണിമേനോൻ, അങ്ങനെ എന്ന് വേണ്ട അന്ന് മലയാള സിനിമയിൽ പാടിക്കൊണ്ടിരുന്ന എല്ലാ ഗായകന്മാരും പങ്കെടുത്ത ഒരു വലിയ ഗാനമേളയുണ്ടായിരുന്നു. ഗാനമേള മാത്രമല്ല, ഒരു ദിവസം നാടക ഗാനങ്ങൾ, ഒരു ദിവസം സിനിമാ ഗാനം, ഇങ്ങനെ 2 ദിവസങ്ങളായിട്ടായിരുന്നു ആ ഗാനങ്ങളുടെ അവതരണം. അതുകൂടാതെ മാസ്റ്റർ ഷഡ്കാല പല്ലവി ഉണ്ടാക്കി പൂർത്തീകരിച്ചൊരു സമയമായിരുന്നു. ഏകദേശം 176 പല്ലവികൾ അദ്ദേഹം എഴുതി തീർത്തു. ഈ ഷഡ്കാല പല്ലവി അവതരിപ്പിക്കണം. അത് വേറൊരു രീതിയിൽ പറയാം. അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തി പലരെയും കണ്ടെന്നൊക്കെ. അത് നമ്മൾ ഇവിടുത്തെ വിഷയം ഷഡ്കാല പല്ലവി ആദ്യമായിട്ട് അവതരിപ്പിച്ചതും ഈ ജന്മദിനത്തിലായിരുന്നു. അപ്പോൾ മാസ്റ്റർ കുറുപ്പ് സാർ പറയും, ദേവരാജൻ്റെ എല്ലാ സൃഷ്ടികളും ഇന്നിവിടെ അവതരിപ്പിക്കണം. ദേവരാജൻ എന്താണെന്ന് മലയാളികൾ അറിയണം. അതാണ് ഈ ജന്മദിനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് കുറുപ്പ് സാറ് പറഞ്ഞ വാചകം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഉത്സാഹവാനായിരുന്നു. എങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഊർജ്ജത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അങ്ങനൊരു മനുഷ്യൻ മാത്രമേ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഷഡ്കാല പല്ലവി അതും വേണമെന്ന് പറയും. അപ്പോൾ ഷഡ്കാല പല്ലവി ഒരുപാട് പേരെ മാസ്റ്റർ അന്ന് സമീപിച്ചിരുന്നു. മാസ്റ്റർക്ക് പെട്ടെന്ന് തയ്യാറെടുക്കാൻ മദ്രാസിലായതുകൊണ്ട് സമയവും കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സംഗീതജ്ഞനുണ്ട്, മാവേലിക്കര പ്രഭാകര വർമ്മ സാർ. അദ്ദേഹം മാസ്റ്ററുമായിട്ട് വളരെ അടുപ്പം. അദ്ദേഹം മാസ്റ്ററിൻ്റെ അടുത്ത് മാസ്റ്റർ വിളിച്ചു പറഞ്ഞു, "ഞാനിങ്ങനെ ഷഡ്കാല പല്ലവി അവതരിപ്പിക്കും, ഒരുപാട് പേരെ നോക്കിയൊന്നും നടന്നില്ല. അതൊന്ന് എനിക്ക് വേണ്ടി അവതരിപ്പിക്കണം." വളരെയധികം സന്തോഷത്തോടെ മാസ്റ്റർ അദ്ദേഹത്തിന് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അന്ന് 75ാം ജന്മദിനത്തിൽ 2002 ഉദ്ഘാടനം ഷഡ്കാല പല്ലവി അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു. മാവേലിക്കര പ്രഭാകര വർമ്മ സാർ അതിമനോഹരമായി ഷഡ്കാല പല്ലവി അവതരിപ്പിച്ചു. ഇതിനു മുമ്പ് ദേവരാജ മാസ്റ്റർ ഇത് കേൾക്കാൻ ഇവിടെ ഉള്ള ആൾക്കാർ ഇഷ്ടപ്പെടുമോ കുറുപ്പ് ചേട്ടാ, ഇത് വേണോ എന്ന് ചോദിച്ചതാണ്. പക്ഷേ അന്ന് വന്നിരുന്ന എല്ലാ ആൾക്കാരും പ്രഭാകര വർമ്മ സാറിൻ്റെ ഷഡ്കാല പല്ലവിയുടെ അവതരണം കേട്ട് എല്ലാവരും ആസ്വാദനത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് ഉയർന്ന് എല്ലാവരും അത് ലയിച്ചിരുന്നു. മലയാളികൾ അന്ന് വരെ കേൾക്കാതിരുന്ന ഷഡ്കാല പല്ലവി ഇത്രയും മധുരമായി ആലപിച്ച പ്രഭാകര വർമ്മ അദ്ദേഹത്തിൻ്റെ ആലാപനം കേട്ട് എല്ലാവരും ഒരേപോലെ ലയിച്ചിരുന്നു. കുറുപ്പ് സാർ ചോദിച്ചു, "എങ്ങനെയുണ്ട് ദേവരാജ എൻ്റെ പരീക്ഷണം?" സമ്മതിച്ചു തന്നു കുറുപ്പ് ചേട്ടാ. ഇത്രയും ജനങ്ങൾ ആസ്വദിക്കും ഞാൻ കരുതിയില്ല. അപ്പോൾ സൃഷ്ടാവിനും സൃഷ്ടി പാടിയ പ്രഭാകര വർമ്മ സാറും പറഞ്ഞു, "അതിമനോഹരം എന്നല്ലാതെ എന്ത് പറയാൻ." അങ്ങനെ ആദ്യമായിട്ട് മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഷഡ്കാല പല്ലവി അന്ന് ജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. അതിൽ പ്രഭാകര വർമ്മ സാറിനെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അത് കണക്ക് ദേവരായ മാസ്റ്ററിന് ധീരമായ പരീക്ഷണം നടത്തിയ കുറുപ്പ് ചേട്ടനെ ഇന്ന് അവരാരും തന്നെ നമ്മുടെ മുമ്പിലില്ലെങ്കിലും നമ്മളതൊക്കെ ഓർത്തെടുക്കേണ്ടതുണ്ട്. 75ാം ജന്മദിനം അതിമനോഹരമായിട്ട് ആഘോഷിച്ചു മാസ്റ്റർ. അത് കുറുപ്പ് ചേട്ടൻ്റെ ഒറ്റ നിർബന്ധത്തിലാണ് മാസ്റ്റർ നിന്ന് കൊടുത്തതും. അല്ലെങ്കിൽ പലരും വന്ന് വീണ്ടും പിന്നെ 84ാം പിറന്നാൾ ആഘോഷിക്കണമെന്ന് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടിയുള്ള ശതാഭിഷേകം നടത്തണമെന്നുള്ള ആഗ്രഹം. പക്ഷേ അതിനുമുമ്പ് മാസ്റ്റർ നമ്മളെ വിട്ടുപോയി. അങ്ങനെ അമ്മയുടെ ഒരു ആഗ്രഹം നടന്നില്ല. 84 വയസ്സ്, അന്ന് 84 വയസ്സിലാണ് ശതാഭിഷേകം നടത്തുന്നത്. അത് നടക്കാൻ പറ്റാതെ പോയി. എന്നിരുന്നാലും ഈ ജന്മദിനം നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ സംഘടിപ്പിച്ചു. മാസ്റ്റർ ജീവിതത്തിൽ ആഘോഷിച്ച ഒരേ ഒരു ജന്മദിനം 75ാം ജന്മദിനമായിരുന്നു. അത് മലയാളികൾ ഒരിക്കൽ മറക്കാത്ത ഒരു ജന്മദിനമായിരുന്നു.